ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മളെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം റോഡിൽ പൊലിയുന്ന ജീവിതങ്ങൾ തന്നെയാണ്. ഇന്നും അപകടം ഉണ്ടായി. എത്ര മനുഷ്യരാണ് ഓരോ ദിവസവും റോഡിൽ മരിക്കുന്നത്, അപകടങ്ങൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമുള്ളൊരു പ്രതിഭാസമായിട്ട് നമുക്കതിനെ കാണാം. പലയിടത്തും വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത്രയധികം അപകടങ്ങൾ ഓരോ ദിവസവും ഒരേ സ്ഥലത്ത് തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നു, കൂടുതൽ ആളുകൾ മരിക്കുന്നു. ഇന്ന് തന്നെ രാവിലെ കോന്നിയിലുണ്ടായ അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. അപ്പോൾ എല്ലാ ദിവസവും ഈ റോഡപകടങ്ങൾക്ക് നമുക്കൊരു അറുതി കണ്ടെത്തിയേ പറ്റൂ. പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നിങ്ങൾക്ക് ജനകീയ കോടതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. സാന്ദ്ര തോമസിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ, ആ വെളിപ്പെടുത്തലുകളൊക്കെ ചെറിയ ഒരു ഞെട്ടലൊക്കെ ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അവർ തുറന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ 47 ലക്ഷം വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നമ്മൾ വലിയ താല്പര്യം എടുക്കണം. അപ്പോൾ അവരുടെ പരീക്ഷയുടെ കടലാസുകളൊക്കെ തന്നെ, ചോദ്യപേപ്പറുകളൊക്കെ തന്നെ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. നമുക്കിതിൻ്റെ പിന്നിലൊരു സംഘമുണ്ടോ എന്ന് ബലമായ സംശയമുണ്ട്. ചോർത്തലിന് പിന്നിൽ ആര്? ഒരു സന്തോഷമുള്ളൊരു കാര്യം, ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ വളരെ കർക്കശമായ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് നാളെ ചർച്ച ചെയ്യുന്നുണ്ട്. വൈകുന്നേരം ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഈ അപകടം വരുത്തി വെച്ച പല ആളുകൾക്കും പണി വരും. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഉന്നതതല യോഗം നാളെ വൈകുന്നേരം 5 മണിക്ക് അദ്ദേഹം വിളിച്ചിരിക്കുകയാണ്. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷനിൽ ഇതിനോടകം തന്നെ പരിശോധന തുടങ്ങിക്കഴിഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദിലീപ്, ഗുഡ് ഈവനിങ്. ദിലീപ്, യഥാർത്ഥത്തിൽ വളരെ കർക്കശമായി മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തീരുമാനിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശിവൻകുട്ടി, ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ഏതു തരത്തിലുള്ള അന്വേഷണമായിരിക്കും തുടർന്ന് നടക്കാൻ പോവുക എന്നത് നാളത്തെ യോഗത്തിൽ തീരുമാനമാകും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകരുണ്ടെങ്കിൽ അവർക്കെതിരായ കർശന നടപടിയെക്കുറിച്ചും നാളത്തെ യോഗം ചർച്ച ചെയ്യും. നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഈ ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ച ഉടൻ തന്നെ സൈബർ സെല്ലിനും DGPക്കും പരാതി നൽകിയിരുന്നു. ആ നിലയിലുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഈ ചോദ്യപേപ്പർ ചോർന്നത് കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പരീക്ഷാ ചോദ്യപേപ്പറുകളാണ് ചോർന്നിട്ടുള്ളത്. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 ഗണിത പരീക്ഷയുടെയും ചോദ്യപേപ്പറുകൾ ചോർന്നിരുന്നു. ഇത് കോഴിക്കോട് കൊടുവള്ളി ആസ്ഥാനമായ MS സൊല്യൂഷൻ അവരുടെ യൂട്യൂബ് പേജിലാണ് ഈ ചോദ്യപേപ്പറുകൾ പരീക്ഷയുടെ തലേന്ന് പ്രഡിക്ഷൻ എന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇത് പിന്നീട്, അതായത് ഈ ചോദ്യപേപ്പർ ചോരുകയും വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയിൽ ഈ വന്ന ചോദ്യങ്ങളൊക്കെ തന്നെ 90% ചോദ്യങ്ങളും ഈ അവരുടെ പ്രഡിക്ഷൻ എന്ന നിലയിൽ പറഞ്ഞ അതേ നമ്പറുകൾ, അതേ ചോദ്യങ്ങൾ ഇതുതന്നെയായിരുന്നു. നേരത്തെ കഴിഞ്ഞ ഓണപ്പരീക്ഷയ്ക്കും സമാനമായ നിലയിൽ ഈ ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന ആരോപണം വന്നിരുന്നതാണ്. അന്ന് കൊടുവള്ളി AEO ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കോഴിക്കോട് DOയെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല. പക്ഷേ ഇത്തവണ വളരെ ഗൗരവമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ ചോദ്യപേപ്പർ ചോർച്ചയെ കാണുന്നത്. മറ്റൊന്ന്, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഈ ദിലീപ് കുമാർ, ഒരു കാര്യം, ഈ ചോദ്യപേപ്പർ യൂട്യൂബിൽ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ പിന്നിൽ ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ആളുകൾക്ക്? ദിലീപിന് കേൾക്കാൻ കഴിഞ്ഞോ? ദിലീപ്, യഥാർത്ഥത്തിൽ ഇവർക്ക് യൂട്യൂബ് വഴിയുള്ള ഇൻകം കൂട്ടുക, റവന്യൂ കൂട്ടുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യത്തിലാണോ ഈ കൊടുവള്ളി കേന്ദ്രമാക്കിയുള്ള സംഘം ഈ ചോദ്യപേപ്പർ യൂട്യൂബിൽ ഇട്ടത്? അതോ മറ്റെന്തെങ്കിലും താല്പര്യം ഇവർക്കുണ്ടോ? SKN, ഇത് വരുമാനമുണ്ടാക്കുക, കൂടുതൽ വ്യൂസ് തങ്ങളുടെ യൂട്യൂബ് പേജിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ഈ MS സൊല്യൂഷൻസ് മാത്രമല്ല, മറ്റ് 4-5 ഈ ലേണിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ടുകൂടി അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഈ ചോദ്യപേപ്പർ അതിൽ പ്രത്യക്ഷപ്പെടുക, ആ ചോദ്യപേപ്പറുകൾ ഇന്ന യൂട്യൂബ് പേജിൽ ഉണ്ടാകുമെന്ന് ചില അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളോട് പറയുകയും ആ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും ഒക്കെ ചെയ്യുക. അങ്ങനെ അതൊരു വലിയൊരു റാക്കറ്റ് എന്ന നിലയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ MS സൊല്യൂഷൻസിൻ്റെ ഉടമ പറയുന്നത് തങ്ങൾക്കെതിരായിട്ടുള്ള വ്യാജ ആരോപണമാണ് എന്നാണ്. ഏതായാലും ഇക്കാര്യത്തിൽ
അന്വേഷണം നടക്കാനിരിക്കുകയാണ്. ഈ ചോദ്യപേപ്പറുകൾ അതേപടി വരിക എന്നത് അസ്വാഭാവികമായല്ല കാണുന്നത്. കാരണം ഇതൊരു വളരെ ഗൗരവമായ വിഷയമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഇതിനെ കാണുന്നത്. ഓണം ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകളാണ് ചോർന്നത്, അത് ഒരു പൊതുപരീക്ഷയിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പിന് പറയാമെങ്കിലും വലിയൊരു റാക്കറ്റിലേക്ക് ഇതൊരു പക്ഷേ വെളിച്ചം വീശുന്നതിന് സഹായകമായേക്കും. ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ നിന്ന് തന്നെ ഇതെങ്ങനെ ആര് ചോർത്തി എന്നത് കണ്ടെത്താനൊക്കെ ബുദ്ധിമുട്ടാകും നിലവിലെ സാഹചര്യത്തിൽ. കാരണം ഡയറ്റുകളാണ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത്. അത് ഈ വിഷയത്തിൽ ഓരോ വിഷയത്തിലും പ്രാഗൽഭ്യമുള്ള അധ്യാപകരിൽ നിന്ന് ചോദ്യങ്ങൾ വാങ്ങിയതിനു ശേഷം ഡയറ്റുകൾ ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നു. സർവശിക്ഷ കേരള ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കി അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സ്കൂളുകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. പ്ലസ് 1 പരീക്ഷയുടെ ചോദ്യപേപ്പറുകളാകട്ടെ അത് തയ്യാറാക്കുന്ന SCERT സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ വെച്ചാണ്. ആ ശില്പശാലയിൽ ഏതാണ്ട് 8ഓളം അധ്യാപകർ പങ്കെടുക്കും. SCERTയുടെ ഉദ്യോഗസ്ഥരും ഈ ശില്പശാലയിൽ ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന ശില്പശാലയിൽ ഉണ്ടാകും. അത് പിന്നീട് അതിൻ്റെ ഒരു സെറ്റ് കേരളത്തിന് പുറത്തുള്ള ഒരു പ്രസ്സിൽ അച്ചടിച്ചിട്ട് അത് പിന്നീട് കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇതിൽ പലരും അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ഇവരൊക്കെ പങ്കെടുക്കുന്നതാണ്. മെയിൽ മുഖേനയും വാട്സാപ്പ് വഴിയും ഒക്കെ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷനുകൾ പലപ്പോഴും പോകുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കൃത്യമായ ഉത്തരവാദികളെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ വിജിലൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അന്വേഷണം നടത്താറുണ്ട്. അധ്യാപകരായിട്ടുള്ളവർ സ്വകാര്യ ട്യൂഷൻ എടുത്ത് വലിയ ലാഭം കൊയ്യുന്നതൊക്കെ പലപ്പോഴും പിടിക്കപ്പെടാറുണ്ട്. പക്ഷേ ഇവർക്ക് 6 മാസത്തിനകം തിരികെ ജോലിയിലേക്ക് ഈ അധ്യാപകർക്ക് പ്രവേശിക്കാൻ കഴിയുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. അത്തരം സാഹചര്യങ്ങളൊക്കെ മാറ്റണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മാത്രമല്ല ഈ ഓണം ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളൊക്കെ വികേന്ദ്രീകരിച്ച് സ്കൂൾ തലത്തിൽ തന്നെ തയ്യാറാക്കി അത് വിതരണം ചെയ്യുന്നതിനും പരീക്ഷ നടത്തിപ്പിനുമുള്ള അവകാശം ആ സ്കൂളുകൾക്ക് നൽകണമെന്ന നിലയിലൊക്കെയുള്ള ആവശ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ദിലീപ്കുമാറാണ് നമുക്കൊപ്പം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേർന്നത്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കർക്കശമായ ചില നടപടികൾ ആലോചിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാളെ വൈകുന്നേരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗത്തിൽ ഈ തീരുമാനം വരും. മാത്രവുമല്ല ഈ MS സൊല്യൂഷൻസ് മാത്രമല്ല മറ്റു ചില ആളുകളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. 3-4 ലേണിംഗ് ആപ്പുകളും ദിലീപ് പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംഭവിച്ചത് ഇങ്ങനെയാണ്. കേരളത്തിൽ 47 ലക്ഷം വിദ്യാർത്ഥികളുണ്ട്. അതിൽ കുറച്ചധികം വിദ്യാർത്ഥികൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വരികയാണെങ്കിൽ അവരെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുകയും അങ്ങനെ അവരുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഇതിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലെ SLC ഫൈനൽ എക്സാമിനേഷൻ പോലെയോ +2ൻ്റെ ഫൈനൽ എക്സാം പോലെയോ പരീക്ഷയെ വളരെ ഗൗരവത്തോടെ കാണുവാൻ വേണ്ടി വിവിധ സെറ്റുകൾ ക്വസ്റ്റ്യൻസ് പലരെ കൊണ്ട് തയ്യാറാക്കി അതിൽ നിന്നൊരു ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്ന രീതിയാണ് ഈ അടുത്ത കാലത്തായി വിദ്യാഭ്യാസ വകുപ്പ് പിന്തുടരുന്നത്. അങ്ങനെ സെലക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ബാങ്കാണ് ഇപ്പോൾ ചോർന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഇത് ചോർത്തിയെടുക്കുന്ന ആളുകൾക്ക് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം യൂട്യൂബിലെ റവന്യൂ തന്നെയാണ്. ഒരു റാക്കറ്റാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കൊടുവള്ളി കേന്ദ്രമാക്കി തന്നെയാണ് ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഈ റാക്കറ്റിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ ലേണിംഗ് ആപ്പുകളൊക്കെ ആരാണെന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. നാളെ ഇതിൻ്റെ ഒരു തീരുമാനം വരും. കർക്കശമായ നടപടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ MS സൊല്യൂഷൻസിനെതിരെ കൂടുതൽ പരാതികൾ വരുന്നു. ചാനലിൻ്റെ ഉള്ളടക്കം സ്ത്രീവിരുദ്ധമെന്ന് കാണിച്ച് AIYF പോലീസിന് പരാതി കൊടുത്തു കഴിഞ്ഞു. ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളാണെന്ന് MS സൊല്യൂഷൻസ് CEO ഷുഗൈബ് പറഞ്ഞു. MS സൊല്യൂഷൻസിനെതിരെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഓണപരീക്ഷാ സമയത്ത് പരാതി ഉയർന്നിരുന്നു. കൊടുവള്ളി AEO പ്രാഥമിക അന്വേഷണം നടത്തി താമരശ്ശേരി DOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. പരാതിയിൽ കഴമ്പുണ്ടെന്നും സംഭവം യാദൃശ്ചികമല്ലെന്നുമായിരുന്നു റിപ്പോർട്ട്. പോലീസ് അന്വേഷണം വേണമെന്ന ശുപാർശയും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇതിലെ ചോദ്യങ്ങള് ഇവർ പറയുന്ന പല ചോദ്യങ്ങളും പിറ്റേന്ന് വന്നിട്ടുണ്ട്. അത് യാദൃശ്ചികമല്ല. കൂടുതൽ ചോദ്യങ്ങൾ അങ്ങനെയുള്ളത് വരുമ്പോഴേ സ്വാഭാവികമായിട്ടും ചോദ്യം ചോർന്നതാവാമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് അന്വേഷിക്കാനുള്ള സോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ട് അത് ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ശുപാർശയുമായി DO ഈ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിച്ചു. എന്നാൽ തുടർ നടപടി ഉണ്ടായില്ല. MS സൊല്യൂഷൻസിനെതിരെ ക്രിസ്മസ് പരീക്ഷാ ചോർച്ചയിൽ വീണ്ടും പരാതി ഉയർന്നതോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് വിഷയം ഗൗരവത്തോടെ കണ്ടത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. ചാനലിൽ ഉള്ളത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഉള്ളടക്കം എന്ന പരാതിയുമായി
AIYF കൊടുവള്ളി പോലീസിൽ പരാതി നൽകി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും മുഖം നോക്കാതെ നടപടി വേണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. പരീക്ഷ റദ്ദാക്കണമെന്നും സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും KSUവും ആവശ്യപ്പെടുന്നു. ക്രിസ്തുമസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ റദ്ദാക്കി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് KSU ആവശ്യപ്പെടുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്വകാര്യ ട്യൂഷൻ സെന്ററുകളും. എന്നാൽ തന്റെ ചാനലിന്റെ വളർച്ചയിലുള്ള അസൂയ കാരണമാണ് ഇത്തരം നീക്കമെന്ന് MS സൊല്യൂഷൻസ് CEO ഷുഹൈബ്. ഓണപരീക്ഷാ സമയത്ത് ചോദ്യപേപ്പർ ചോർച്ച എന്ന ആരോപണം പത്രത്തിലും മാധ്യമങ്ങളിലും അച്ചടിച്ചു വരികയും കളക്ടറേറ്റിലടക്കം മാർച്ചുകൾ നടക്കുകയും ചെയ്ത സമയത്ത് MS സൊല്യൂഷൻ എന്നൊരു പേര് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. 4-5 പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ ഉണ്ടായിരുന്നു. അത് ഒരു ഒഫീഷ്യലായിട്ടൊരു പരാതി പോയപ്പോൾ അതെങ്ങനെ MS സൊല്യൂഷൻ എന്ന പേര് മാത്രമായി മാറി? മറ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ എവിടെ? പരീക്ഷാ ചോർച്ചയിൽ MS സൊല്യൂഷൻസിന് തെറ്റുപറ്റിയെന്ന് കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാത്ത വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. 24 കോഴിക്കോട്. MS സൊല്യൂഷൻസിൻ്റെ പരാതി കണ്ടില്ലേ? മറ്റുള്ളവർ ഇതിനകത്ത് കുറ്റം ചെയ്തെങ്കിൽ അവരെങ്ങോട്ട് പോയി എന്നാണ്. നാളെ മിക്കതിന് വൈകുന്നേരം അവരുടെ കാര്യത്തിലും തീരുമാനമാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യങ്ങൾ മാത്രമല്ല ഇവർ ചോർത്തിയിട്ടുള്ളത്. ഇതൊരു പതിവ് കലാപരിപാടിയാണ്. അപ്പോൾ യൂട്യൂബിലെ ചോദ്യങ്ങൾ നേരത്തെ ഇട്ടുകൊടുത്ത് ഇവർ കുറച്ച് കുട്ടികൾ യൂട്യൂബിൽ വരുന്ന കുറച്ച് കുട്ടികൾക്ക് ആനുകൂല്യം നൽകുമ്പോൾ ഇത് വീട്ടിലിരുന്ന് ബുദ്ധിമുട്ടി പഠിച്ച കുറേ ലക്ഷക്കണക്കിന് കുട്ടികളുടെ താല്പര്യങ്ങളാണ് ലംഘിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതുപോലുള്ള യൂട്യൂബിലൊന്നും ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കാണിക്കുന്നത് ചെറ്റത്തരമാണ്. അപ്പോൾ എന്തായാലും കർക്കശമായ നടപടി ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ആക്സിഡൻറ്റുകളെക്കുറിച്ച് ചില ആളുകൾ, ചില പ്രേക്ഷകരൊക്കെ പറയുന്നു നമ്മളും ഇതിൽ ഇടപെടണം. ഒരുപാട് കാരണങ്ങൾ നമ്മുടെ റോഡ് ആക്സിഡൻറ്റിൽ കാരണമാകുന്നുണ്ട്. പക്ഷേ റോഡ് അപകടങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി പോവുകയാണെങ്കിൽ നമ്മുടെ ഈ മാൽത്തൂഷൻ തിയറി ഓഫ് പോപ്പുലേഷനിൽ പറയുന്നത് ജനസംഖ്യ നിയന്ത്രണത്തെക്കുറിച്ച് പറയുന്ന കാര്യം, നമ്മൾ ജനസംഖ്യയെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ പ്രകൃതി തന്നെ ചില തീരുമാനങ്ങൾ എടുക്കും ജനസംഖ്യ നിയന്ത്രിക്കാൻ എന്ന് പറയുന്ന സൂചനകൾ വരും എന്ന് പറയുന്നത് പോലെയാണ് ഈ റോഡ് അപകടങ്ങൾ നമ്മളുടെ ജനസംഖ്യയെ തന്നെ സ്വാധീനിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഈ അപകടങ്ങൾക്ക് അറുതി വന്നേ പറ്റൂ. പാതിയിലൊടുങ്ങുന്ന യാത്രകൾ. കോന്നിക്കടുത്ത് കൂടൽ മുറിഞ്ഞകല്ലിൽ കാർ മിനി ബസ്സുമായി കൂട്ടിയിടിച്ച് നവദമ്പതികളടക്കം 4 പേർക്ക് ഇന്ന് അന്ത്യമുണ്ടായി. കാർ യാത്രികരായ ഒരേ കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച ബസ്സും കോന്നി മല്ലശ്ശേരി സ്വദേശികളുടെ കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. മരിച്ച 4 പേരുടെയും സംസ്കാരം ഈ ബുധനാഴ്ചയാണ്. വളരെ സങ്കടകരമായ വാർത്തയായിരുന്നു അത്. പുലർച്ചെ 4:15 നാടിന് നടുക്കിയ അപകടം. മധുവിധുവിനായി മലേഷ്യയ്ക്ക് പോയ ദമ്പതികളെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിമടങ്ങുകയായിരുന്നു കോന്നി മല്ലശ്ശേരി സ്വദേശികൾ. മുറിഞ്ഞകലിൽ വെച്ച് ബസ്സുമായി കൂട്ടിയിടിച്ചു. ദുഃഖകരമായ വാർത്തയാണ് പ്രേക്ഷകർ മുൻപിലേക്ക് എത്തിക്കുന്നത്. ഒരു വലിയ അപകടമാണ് അത്. കോന്നി മുറിഞ്ഞകല്ലാണ്. ഇവിടെ അയ്യപ്പന്മാർ സഞ്ചരിച്ച വാഹനം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഒരാളെയും വിളിച്ചു കൊണ്ടുവരാൻ പോയ ഒരു വാഹനത്തിലേക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായി തകർന്നു. കാറിലുണ്ടായിരുന്ന മത്തായി ഈപ്പൻ, മകൻ നിഖിൽ ഈപ്പൻ മത്തായി, ഭാര്യാപിതാവ് ബിജു ജോർജും തൽക്ഷണം മരിച്ചു. നിഖിലിന്റെ ഭാര്യ അനു ബിജുവിനെ ആദ്യം കോന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 3 ആളുകൾ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. ഫയർഫോഴ്സും മറ്റുമെല്ലാം എത്തി. ആ പെൺകുട്ടിയുടെ മാത്രമായിരുന്നു ജീവൻ ഉണ്ടായിരുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പെൺകുട്ടിയും മരണപ്പെട്ടു. നവംബർ 30-നാണ് നിഖിലും അനുവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. നിഖിൽ കാനഡയിലാണ് ജോലി ചെയ്യുന്നത്. അനു മാർത്താണ്ഡത്ത് MSW പഠിക്കുന്നു. എല്ലാവരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇടത്തിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് പത്തനംതിട്ട അപകടത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ പറയുന്നു. മുറിഞ്ഞകലിൽ അപകടം പതിവെന്നും നാട്ടുകാർ. ദേശീയപാതകളിലെ അശാസ്ത്രീയ നിർമ്മാണം ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച പ്രത്യേക യോഗം ചേരുന്നുണ്ട്. പുനലൂർ പൊൻകുന്നം മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ട് 1 വർഷം പിന്നിട്ടതേയുള്ളൂ. ഇതിനിടയിൽ ഇവിടെ പൊലിഞ്ഞ ജീവനുകളുടെ എണ്ണം 10-ലധികമാണ്. റോഡിന്റെ മിനുസം കാരണം വാഹനങ്ങൾ തെന്നിമാറിയാണ് അപകടങ്ങളിലേറെയും സംഭവിച്ചത്.
സ്ഥിരം അപകട മേഖലയാണ്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഇതിന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് നേരത്തെ ഒരു കാർ ഇടിച്ച് 2 പേര് മരണമടഞ്ഞത്. ഇന്നലെയും അപകടം ഉണ്ടായിരുന്നു. സ്ഥിര അപകട മേഖലയാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് പത്തനംതിട്ട അപകടത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വളരെ ദുഃഖകരമായ സംഭവമാണ്. ഒരു കുടുംബത്തിൽ നിന്ന് 4 വ്യക്തികൾ ഒരുമിച്ചൊരു അപകടത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ ഇത് പ്രാഥമികമായി കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയി, ഡ്രൈവ് ചെയ്തിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾ പിടിക്കാമെന്നുള്ളതല്ലാതെ അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട്. ഉറക്കം വരുമ്പോൾ ഉറങ്ങണം, നന്നായി ഉറങ്ങിയ ശേഷം വണ്ടി ഓടിക്കണം. സ്ഥലങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെയാണ് ചില റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തുറന്നടിച്ചു. അപകടം സംബന്ധിച്ച പരിശോധന ആരംഭിച്ചുവെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ റോഡിൽ ഏർപ്പെടുത്തുമെന്നും കോന്നി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 24-നോട് പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതാധികാരികളും ബഹുമാനപ്പെട്ട മന്ത്രിയുമൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് വേണ്ട വിധമായ നടപടികൾ കൈക്കൊള്ളുന്നതായിരിക്കും. തീർച്ചയായിട്ടും അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഉടൻ തന്നെ അതിന്റെ പ്രാഥമിക നടപടികൾ ഇപ്പോൾ തന്നെ പൂർത്തിയാക്കും. വിശദമായ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് RTO മുഖേന സമർപ്പിക്കുന്നതായിരിക്കും. പത്തനംതിട്ട ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതകളിൽ 3 സംസ്ഥാന പാതകളിൽ 9 സ്ഥലങ്ങളിലാണ് അപകട മേഖലകളായി കണക്കാക്കിയിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പത്തനംതിട്ട. ഈ അപകടത്തെക്കുറിച്ച് ഉത്കണ്ഠ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല അവർ പറയുന്നത് റോഡിൽ കർക്കശമായ തീരുമാനങ്ങൾ വേണമെന്ന് തന്നെയാണ്. ഈ കാസർഗോഡ് മുതൽ പാറശാല വരെ സഞ്ചരിച്ച് നമ്മുടെ നാഷണൽ ഹൈവേയിൽ എന്തൊക്കെയാണ് അപകടം എന്നൊരു റിപ്പോർട്ട് തന്നെ വേണമെന്നൊക്കെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നു. വരും ദിവസങ്ങളിൽ ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന കാര്യം നമ്മൾ ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ടൊക്കെ ആലോചിച്ച് പ്രേക്ഷകരോട് പറയാം. സർക്കാരിനാണ് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനൊക്കെ പരിമിതിയുണ്ട്. നമുക്ക് ജനശ്രദ്ധയിൽ കാര്യങ്ങൾ കൊണ്ടുവരാം. പക്ഷേ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. ഈ കോന്നിയിലുണ്ടായ ഈ ദുരന്തം യഥാർത്ഥത്തിൽ വളരെ സങ്കടകരമായ വേറൊരു സൈഡ് സ്റ്റോറി ഇതിലുണ്ട്. വർഷങ്ങളോളം നീണ്ട ഒരു പ്രണയം വിവാഹത്തിലേക്ക് എത്തിയ ദമ്പതികളാണ് മരിച്ചത്. എന്നാൽ ജീവിതം തുടങ്ങും മുമ്പേ അവർക്ക് മടങ്ങേണ്ടി വന്നു. നിഖിലിനും അനുവിനും 2 ആഴ്ച മുമ്പായിരുന്നു ഇവരുടെ കല്യാണം. മലേഷ്യയിൽ മധുവിന് പോയിട്ട് മടങ്ങി വരുമ്പോഴാണ് ഇവരുടെ ജീവൻ കവർന്ന വാഹനാപകടം ഉണ്ടായത്. ഇവരെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എട്ടു വർഷം മുൻപ് നാട്ടുകാരിയും ഒരേ ഇടവകക്കാരിയുമായ അനുവിനോട് നിഖിൽ മത്തായിക്ക് തോന്നിയ ഇഷ്ടമാണ് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്കെത്തിയത്. കഴിഞ്ഞ മാസം 30-നായിരുന്നു വിവാഹം. ദിവസങ്ങൾക്കുള്ളിൽ നവദമ്പതികൾ ജീവിതത്തിലെ തങ്ങളുടെ ഏറ്റവും സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ മലേഷ്യയിലേക്ക് വിമാനം കയറി. അവർ വിവാഹത്തിന് ശേഷം അറിയാൻ കഴിഞ്ഞത് ട്രിപ്പ് പോയിട്ട് തിരികെ വരികയാണ്. മകൻ്റെ പിതാവും മകളുടെ പിതാവും രണ്ടുപേരും കൂടിയാണ് വിളിക്കാൻ വേണ്ടി പോയത്. തിരിച്ചെത്തിയതിനു ശേഷം മതി നാട്ടിലെ വിരുന്നുകളെന്നായിരുന്നു ഇവരുടെ തീരുമാനം. ഇന്ന് രാവിലെ കുമ്പഴയിലെ ഒരു ബന്ധുവീട്ടിൽ വിരുന്നിനു പോകാനിരിക്കെയാണ് അപ്രതീക്ഷിത മടക്കം. സഞ്ജയ് ഇഖ്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. എന്തായാലും വലിയ സങ്കടമുള്ളൊരു വാർത്തയാണിത്. കാരണം വിവാഹം കഴിഞ്ഞ് അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ ഒരു കാലയവനികക്കുള്ളിലേക്ക് കടന്നുപോയി. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ സംയുക്ത പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും. പോലീസ് സഹായത്തോടെ പരിശോധന കർശനമാക്കണം എന്നാവശ്യപ്പെട്ട് ഗതാഗത കമ്മീഷണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു കത്ത് കൊടുത്തു. അജീഷ് ജയകുമാർ മറ്റു വിവരങ്ങളുമായി ചേരുന്നു. ഈ കത്തിൻ്റെ വിശദാംശങ്ങളാണ്. അജീഷ്, ഗുഡ് ഈവനിങ്. പറയൂ അജീഷ്, യഥാർത്ഥത്തിലെ എല്ലാ ഏജൻസികളും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ റോഡിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റൂ. എന്തൊക്കെ നമ്മൾ ശ്രമിച്ചാലും ഒരുപാട് കർക്കശമായ ഇടപെടലുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. SKN എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ പത്തനംതിട്ടയിലെ അപകടം, അതിനു മുമ്പ് ആലപ്പുഴയിലും പാലക്കാടും കിഴക്കേക്കോട്ടയിൽ അടക്കമുണ്ടായ അപകടങ്ങൾ, ഈ അപകടങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഗതാഗത കമ്മീഷണർ ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു കത്തയച്ചത്. കാരണം മോട്ടോർ വാഹന വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ കുറവ് കാരണം അവർക്ക് പരിശോധന കർശനമാക്കാൻ സാധിക്കുന്നില്ല. കാരണം കൂടുതൽ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഓഫീസുകളിലാണ്. കൂടാതെ തന്നെ ഇവർക്ക് ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് റോഡിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു പ്രശ്നം മുമ്പ് തന്നെ പലതവണ ഗതാഗത കമ്മീഷൻ
കമ്മീഷണർ സർക്കാരിന് ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. കാരണം ഏതാണ്ട് 700-ലധികം ഉദ്യോഗസ്ഥരുടെ കുറവാണ് മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ തന്നെ ഉള്ളത്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ സർവീസിലെടുക്കാൻ സർക്കാർ അനുമതി നൽകിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസിൻ്റെ സഹായത്തോടുകൂടി കൂടുതൽ പരിശോധന ശക്തമാക്കാൻ ഗതാഗത കമ്മീഷണർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇങ്ങനെ ഒരു കത്തയച്ചത്. നാളെ ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ജില്ലാ പോലീസ് മേധാവിമാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലായിരിക്കും എങ്ങനെയാകണം പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും പോലീസും സംയുക്തമായിട്ടായിരിക്കും നാളെ മുതൽ എന്തായാലും സംസ്ഥാനത്ത് എല്ലാ സ്പോട്ടുകളിലും, പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് സ്പോട്ടുകൾ, അപകടങ്ങൾ കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലായിരിക്കും പരിശോധന നടത്തുക. അത് എവിടെയൊക്കെ വേണം, എത്ര സമയം വേണം, കൂടുതൽ രാത്രികാലങ്ങളിലാണോ വേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. എന്തായാലും നാളെ നിർണായകമായ യോഗം സംസ്ഥാനത്ത് ചേരും. ഓക്കെ, താങ്ക് യു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയ ചോദിക്കുന്നു യൂട്യൂബിലൂടെ, ഇറ്റ് ഈസ് റെഡിക്കുലസ് ദാറ്റ് ഈവൻ ആഫ്റ്റർ ദിസ് മച്ച് ഓഫ് ആക്സിഡൻസ് ഗവൺമെൻറ് ഇസ് നോട്ട് ടേക്കിംഗ് എനി ആക്ഷൻ എന്നാണ് പ്രിയ പറയുന്നത്. ഇത്രയും അപകടം ഉണ്ടായിട്ടും ഗവൺമെൻറ് നോക്കുകുത്തിയായിട്ടിരിക്കുകയാണെന്നാണ് പ്രിയയുടെ പരാതി. അതുപോലെ വൈശാഖ് വാസി പറയുന്നു, പുതിയ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥരെ മാറ്റിയത് കൊണ്ട് റോഡിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥന്മാരില്ല എന്നാണ് ഒരാൾ പറയുന്നത്. ടോണി പീറ്റർ പറയുന്നു, മോട്ടോർ വെഹിക്കിൾ ഓഫീസേഴ്സ് ഷുഡ് ബി അവൈലബിൾ ഓൺ റോഡ് ഇൻ 24/7 എന്ന 24 മണിക്കൂർ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ റോഡിൽ വേണമെന്നൊക്കെ പറയുന്നു. നിസാം കൊല്ലം പറയുന്നു, SK ഞാൻ പറഞ്ഞത് 24 ഒന്നുകൂടി ആലോചിച്ച് റിപ്പോർട്ട് ചെയ്യണം, അപ്പോൾ അധികാരികൾക്കും മനസ്സിലാവും എന്താണ് കുഴപ്പം എന്ന്. അദ്ദേഹം പറയുന്നത് ഈ കേരളത്തിൽ ഉടനീളം ഒരു യാത്ര നടത്തി നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ്. ഞങ്ങൾക്കും ചില ആലോചനകളൊക്കെ ഉണ്ട്, വരട്ടെ, നമുക്ക് നോക്കാം സർക്കാർ എന്ത് നീക്കമാണ് ഈ കാര്യത്തിൽ നടത്തുന്നത് എന്ന്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. യൂട്യൂബിലെ ഈ ആക്സിഡൻറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ കൃത്യമായി വായിക്കുന്നുണ്ട്. അതൊക്കെ ശേഖരിച്ച് നമ്മുടെ റിപ്പോർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണം. അതുകൊണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങൾ അയച്ചു തരിക. വിഷ്ണു നായർ പറയുന്നു, രാത്രി കാലങ്ങളിൽ മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് വളരെ വളരെ അപകടം വരുന്ന ഒന്നാണ്. AI ക്യാമറയിലൊക്കെ മദ്യപിച്ചിട്ടുണ്ടോ ഒരാളെന്ന് കണ്ടെത്താൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും കഴിയില്ല. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം വേണം. ഇതിനൊക്കെ വാഹനം 24 മണിക്കൂറും പരിശോധിക്കാൻ ഇത്രയധികം സ്റ്റാഫ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടോ എന്നൊക്കെ നമുക്ക് സംശയമുണ്ട്. ഇനി എന്തായാലും ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ നിലപാട് ഘടിപ്പിച്ച സംസ്ഥാന സർക്കാർ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിച്ച ഉന്നതതല യോഗം നാളെ വൈകുന്നേരം. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ പരിശോധിക്കും. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനും സാധ്യത. ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണം നേരിടുന്ന MS സൊല്യൂഷൻസിനെതിരെ കൂടുതൽ പരാതികൾ ഉയരുന്നു. ഓണപരീക്ഷയിലെ ചോദ്യങ്ങളും പുറത്തുവിട്ടിരുന്നെന്ന് കൊടുവള്ളി AEO അബ്ദുൽ ഖാദർ 24നോട്. സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ തുടരുന്നതിനിടെ സംയുക്ത പരിശോധന നടത്താനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പും പോലീസും. റോഡുകളിൽ പരിശോധന കർശനമാക്കണമെന്നാവശ്യപ്പെട്ട ഗതാഗത കമ്മീഷണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തുകൊടുത്തു. ADGP നാളെ ജില്ലാ പോലീസ് മേധാവിമാരുടെ യോഗം വിളിച്ചു. ദേശീയപാതയിലെ അപകടങ്ങൾ ചർച്ച ചെയ്യാൻ മറ്റന്നാൾ പ്രത്യേക യോഗവും. അപകടങ്ങൾക്ക് കാരണം റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കോന്നി കൂടൽ മുറിഞ്ഞകല്ലിൽ വാഹനാപകടത്തിൽ പൊലിഞ്ഞത് 4 ജീവനുകൾ. ഇന്ന് അപകടത്തിൽ മരിച്ചത് മല്ലേശ്ശേരി സ്വദേശികളായ നവദമ്പതികളും അവരുടെ പിതാക്കളും. അപകടം മലേഷ്യയിൽ മധുവിധ് കഴിഞ്ഞ് മടങ്ങവേ. നിഖിലും അനുവും വിവാഹിതരായത് 2 ആഴ്ച മുമ്പ്. പത്തനംതിട്ട കൂടലിൽ പിന്നോട്ടെടുത്ത ടോറസ് ലോറി തട്ടി വയോധികന് ദാരുണാന്ത്യം. പാലക്കാട് മംഗലം ഡാബിൽ ബൈക്ക് പാലത്തിലിടിച്ച് ഒരു മരണം. ഫെബ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണനെതിരെ ഗുരുതര ആരോപണവുമായി നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ്. സിനിമ ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന ജനകീയ കോടതിയിൽ വെളിപ്പെടുത്തൽ. പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയുടെ ഒരു തലവൻ വന്ന് സാന്ദ്ര തോമസിനോട് നീ ഇനി പണം ചെയ്യില്ല എന്ന് വിരട്ടുകയും അതിനോട് ഇടപെടൽ നടത്തുകയും ചെയ്തു. ആരോപണം ആധികാരികം പറയുന്നതാണ്, ഗുരുതര ആരോപണമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവർ പുറത്തു വന്ന് പറയുന്ന ഈ വാക്കുകൾക്ക് എന്ത് വിലയാണ് സാന്ദ്ര? ഒരു വിലയില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഇവർക്ക് പ്രസംഗിക്കാൻ, അതായത് പുള്ളി കുറെ വർഷങ്ങൾക്ക് മുമ്പ് SFI എന്ന് പറഞ്ഞൊരു സംഘടനയിൽ നിന്നുകൊണ്ട് നല്ല വാക്ചാതുര്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് നന്നായി സംസാരിക്കാൻ അറിയുമായിരിക്കാം. എന്ന് വെച്ച് പ്രവൃത്തിയിൽ അതല്ല. ഹേമ കമ്മിറ്റിയിലെ പരാതികളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയവരുടെ അവസ്ഥ പരിതാപകരമെന്നും സാന്ദ്ര തോമസ് തുറന്നടിച്ചു. വ്യായാമ കൂട്ടായ്മ മേക്സവനെതിരെ ആരോപണത്തിൽ മലക്കം മറിഞ്ഞ് CPM. മേക്സവനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നാണ് പറഞ്ഞതെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ. മാക്സവൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്
ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ഒരു കരുതലെന്നുള്ള നിലയിൽ ആരംഭിച്ച ഒരു വ്യായാമ കൂട്ടായ്മയാണ്. അതിനെ എതിർക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. മെക്സവിന് പിന്നിൽ മതരാഷ്ട്രവാദികളെന്ന ആരോപണം തള്ളി INL. മുസ്ലിങ്ങൾ ഉൾപ്പെട്ട കൂട്ടായ്മയെ സംശയത്തോടെ നോക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് SKSSF. ഇസ്ലാമോഫോബിയയ്ക്ക് ആരോപണങ്ങൾ മറ്റുള്ളവരും ഏറ്റുപിടിച്ചെന്ന മുസ്ലിം ലീഗ്. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലൊരു ചില്ലിക്കാശ് തരുന്നില്ല. കേരളം രാജ്യത്തിന്റെ ഭാഗമല്ലേ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം. ഒരുമിച്ച് കേരളത്തിന്റെ ശബ്ദമുയരേണ്ട ഘട്ടമെന്നും പിണറായി വിജയൻ. കാശ് കേരളത്തിൽ തരുന്നില്ല. എന്താണിത്? നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ? ഏകോപിതമായി കേരളത്തിന്റെ ശബ്ദം ഉയരേണ്ട ഒരു ഘട്ടം വരികയാണ്. ഇത് സഹിക്കാൻ പറ്റില്ല, അംഗീകരിക്കാനാവില്ല. രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് ഹൈക്കോടതി അറിയിക്കാൻ സംസ്ഥാന സർക്കാർ. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ പിടിവാശി തുടർന്ന കേന്ദ്രം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരികെ നൽകണമെന്ന വ്യവസ്ഥയിൽ ഇളവില്ലെന്ന് കപ്പൽ ഗതാഗത മന്ത്രി സർബാനന്ദ് സോനോവാൾ. നേര്യമംഗലം നീണ്ടപാറയിൽ കാട്ടാന തള്ളിയിട്ട പന വീണ് മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ആൻമേരിക്ക് നാടിൻ്റെ യാത്രാമൊഴി. സംസ്കാരം ജന്മനാടായ തൃശൂർ പാഴായിയിലെ പള്ളിയിൽ നടന്നു. നേര്യമംഗലത്ത് ഭീതി പരത്തിയ കാട്ടാനയുടെ ദൃശ്യങ്ങൾ 24-ന്. വയനാടിൽ കാട്ടാന യുവാവിനെ കുത്തിമലർത്തി. പാലക്കാട് സ്വദേശി സതീശിന് ഗുരുതരമായി പരിക്കേറ്റു. സംസ്ഥാനത്ത് നിന്ന് അപകടങ്ങളുടെ ഞായറാഴ്ചയായിരുന്നു. പത്തനംതിട്ടയിലെ കോന്നിക്കടുത്തുള്ള കൂടലിൽ പിന്നോട്ടെടുത്ത ടോറസ് ലോറി തട്ടി വയോധികൻ മരിച്ചു. എറണാകുളം പറവൂർ പാലത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട കാർ താഴേക്ക് മറിഞ്ഞു. കോഴിക്കോട് കക്കോടിയിൽ ഗുഡ്സ് ഓട്ടോയിലെ കുട മുഖത്ത് കുരുങ്ങി. കാൽനട യാത്രക്കാരനായ വയോധികൻ റോഡിൽ വീണു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിരവധി വാഹനാപകടങ്ങളാണ് ഇന്നുണ്ടായത്. പത്തനംതിട്ട കൂടലിൽ പിന്നോട്ടെടുത്ത ടോറസ് ലോറി ഇടിച്ചാണ് വയോധികൻ മരിച്ചത്. അപകടമുണ്ടായുടൻ ഗംഗാധരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലായിരുന്നു അപകടം. എറണാകുളം പറവൂർ പാലത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട കാർ താഴേക്ക് മറിഞ്ഞു. ഒരു കുടുംബത്തിലെ 5 പേരാണ് കാറിലുണ്ടായിരുന്നത്. പത്തനംതിട്ട പുത്തൻപീടികയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. കോഴിക്കോട് കക്കോടിയിൽ ഗുഡ്സ് ഓട്ടോയിലെ കുട മുഖത്തു കുരുങ്ങി. കാൽനട യാത്രക്കാരനായ വയോധികൻ റോഡിൽ വീണു. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. തിരുവനന്തപുരം പാറശാല ചെങ്കവിള റോഡിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന മാർത്താണ്ഡ സ്വദേശികൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അപകടങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. ഈ ദിവസങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. പാലക്കാട് കരിമ്പയിൽ വാഹനാപകടത്തിൽ 4 കുട്ടികൾ മരിച്ചതിന് പിന്നാലെ ഈ പ്രദേശത്ത് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കി പോലീസും മോട്ടോർ വാഹന വകുപ്പും. പ്രദേശത്ത് കൂടുതൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചു. റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണത്തെ അവഗണിച്ച നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP ഇന്ന് ആവശ്യപ്പെട്ടു. ദേശീയപാതയിലെ സംയുക്ത സംഘത്തിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് പ്രദേശത്ത് ഡിവൈഡർ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. അപകട മേഖലകളിൽ പോലീസ് ചെക്കിങ്ങും നടത്തുന്നുണ്ട്. ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണത്തെക്കുറിച്ച് താൻ ലോക്സഭയിൽ സംസാരിച്ചപ്പോൾ തന്നെ പരിഹസിച്ചെന്നും NHAIയിലെ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം റോഡ് നിർമ്മാണം വൈകിപ്പിച്ചെന്നും VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. പലതവണ NHAIയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ലെറ്റർ കൊടുത്തിട്ട് ഒരു തിരിഞ്ഞു നോക്കിയില്ല, ഒരു അന്വേഷണം നടത്തിയില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ലോക്സഭയിൽ വിഷയം അവതരിപ്പിച്ച്. മന്ത്രി എന്നോട് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഹൈവേയിലെ വളവാണോ ലോക്സഭയിൽ അവതരിപ്പിച്ച്. ഞാൻ അദ്ദേഹത്തിന് വിശദമായി ഡീറ്റെയിൽസ് കൊടുത്തു. അത്ര അപകടം നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2021 അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ കണക്കാക്കിയാൽ 100-ലധികം അപകടങ്ങളാണ്. മരണത്തിനിടയാക്കിയ 60-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കരാർ കമ്പനിയുടെ ഭാഗത്ത് പിഴവുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് സർക്കാരാണെന്നും നാട്ടുകാർ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാത്തതാണ് അപകടത്തിന് കാരണമെന്നും
മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. മരിച്ച കുട്ടികളുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു PMA സലാമിന്റെ പ്രതികരണം. ഇപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട 4 കുഞ്ഞ് അനുജത്തിമാരാണ് നഷ്ടപ്പെട്ടത്. അപ്പോഴാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി വന്നു നോക്കി പറയുന്നത് റോഡ് ശരിയല്ല. ഇത് നേരത്തെ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞതാണ്. മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ബോധ്യപ്പെടുത്തിയതാണ്. ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രതീക്ഷിച്ച് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അവിടെ കൺമുമ്പിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും കുറ്റകരമായ അനാസ്ഥ കാണിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ അതിൻ്റേതായ ശിക്ഷ നൽകേണ്ടത് അനിവാര്യമാണ്. സംയുക്ത സംഘം നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് നാളെ സർക്കാരിന് കൈമാറും. അതിലായിരിക്കും റോഡ് നവീകരണം സംബന്ധിച്ച് കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാവുക. 24 പാലക്കാട്. ശൈലജൻ ഒരു കാര്യം പറഞ്ഞു, അങ്ങ് രാവിലെ ഇല്ലാഞ്ഞ് നന്നായി, അതുകൊണ്ട് അപകടത്തിൻ്റെ വാർത്ത വായിക്കേണ്ടി വന്നില്ലല്ലോ. ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിലും ഞാൻ ആ വാർത്ത കണ്ടു. മനോജ് കുമാർ പറഞ്ഞ കമൻറ്റ് പരമാവധി മലയാളത്തിലാക്കണം എന്നാണ്. അപ്പോൾ നമുക്ക് മലയാളം അറിയാത്ത ആൾക്കാർക്കും ഇതിൽ കമൻറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കാര്യം ഞാൻ പ്രേക്ഷകർക്ക് ഉറപ്പ് തരാം, അങ്ങനെ ഒരു കമൻറ്റ് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ മലയാള വിവർത്തനം നമ്മൾ പറയാം. അതുപോലെ എല്ലാവർക്കും കമൻറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കട്ടെ. നമ്മുടെ പ്രത്യേകിച്ച് ഈ റോഡ് അപകടത്തിൻ്റെ കാര്യത്തിലാകുമ്പോൾ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അനുഭവത്തിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമൻറ്റിലൊക്കെ പിന്നീട് നമ്മൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ നമുക്കത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക. മറ്റൊരു വാർത്തയിലേക്ക്. സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്ന CIC സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി ആദിശ്ശേരിയുടെ പരാമർശത്തിന് മറുപടിയുമായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്ത് വന്നു. സമസ്തയുടെ ശുദ്ധീകരണത്തിന് ആളെ ഇപ്പോൾ ആവശ്യമില്ല. സമസ്ത ശുദ്ധീകരിക്കാൻ ആരും പരസ്യം കൊടുക്കേണ്ടെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി നമുക്കൊപ്പം അദ്ദേഹം ചേരുകയാണ്. വിശുദ്ധന്മാർ സ്ഥാപിച്ച ഈ സംഘടനനെ അതിന് അവർ തന്നെ ഇപ്പോൾ പല ശുദ്ധീകരിക്കാനുള്ള പല കമ്പനികളും ഇറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പല കമ്പനിൻ്റെയും പരസ്യം കണ്ടില്ലേ. ഇപ്പോൾ സമസ്തയിൽ ശുദ്ധീകരണം നടത്തണം എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ വന്ന് ശുദ്ധീകരണം നടത്തി തരാം, ഞങ്ങളെ കമ്പനിക്ക് അതിൻ്റെ കോണ്ടാക്ട് തന്നാളിയെന്നോ അല്ലെങ്കിൽ ഞങ്ങളായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കളി. എന്നിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ശുദ്ധീകരണത്തിന് ആളാവശ്യമില്ല. കാരണം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ തൂപ്പുകാർ മറ്റ് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തകർ പണിക്കാരൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. സമസ്തൻ്റെ ഓഫീസ് ശുദ്ധീകരിക്കാൻ അവിടെ പണിക്കാരുണ്ട്. അപ്പോൾ പുറത്തൊരു കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കരാറ് വ്യവസ്ഥയിലായി ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കണില്ല. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് ഈ ആദിൽശ്ശേരിയെ പരസ്യമായിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നത്. മൈസൂരിൽ നടന്ന സംസ്ഥ സമ്മേളനത്തിലാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആദിൽശ്ശേരിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെയാണ് ആദിൽശ്ശേരി മലപ്പുറത്ത് വാർത്താ സമ്മേളനം വിളിച്ച ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ പരാമർശം ഇങ്ങനെയാണ്, അതായത് സമസ്തയിൽ ശുദ്ധീകരണം വേണം, അശുദ്ധി നിറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥയിൽ നടക്കുന്നത്. പൊതുസമൂഹം ഇക്കാര്യം നേരിട്ട് മനസ്സിലാക്കുകയാണ്. ഇതിൽ ശുദ്ധീകരണം അനിവാര്യമാണെന്ന് അദ്ദേഹം ഇന്നലെ മലപ്പുറത്ത് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ വേദിയിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത്, വിശുദ്ധന്മാർ സ്ഥാപിച്ച സംഘടനയാണ് സമസ്ത, അത് ശുദ്ധീകരിക്കാൻ ചിലർ ഇറങ്ങിയിട്ടുണ്ട്. സമസ്ത ശുദ്ധീകരണത്തിന് നിലവിൽ ആളെ ആവശ്യമില്ല. അത്തരത്തിൽ പരസ്യവുമായി വരുന്ന ആളുകൾ മറ്റുള്ള ആളുകളെ സമീപിക്കൂ, തങ്ങളെ സമീപിക്കേണ്ട. നിലവിൽ സമസ്തയുടെ ഓഫീസും അതുപോലെ തന്നെ ശുചിമുറിയും ഒക്കെ ശുദ്ധീകരിക്കാൻ ഇവിടെ ആളുണ്ട്. പുറത്തുനിന്ന് ഞങ്ങൾ ആളുകളെ സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് അദ്ദേഹം ആദിൽശ്ശേരിക്ക് മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ആദിൽശ്ശേരിയുമായി സമസ്തയ്ക്കുള്ള ഭിന്നത അല്ലെങ്കിൽ വിയോജിപ്പ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള കാര്യമല്ല. CICയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഉടലെടുത്ത കാലം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നലെ ആദിൽശ്ശേരി ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതിന് തൊട്ട് പിറകെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇത്തരം ഒരു പരാമർശം നടത്തണമെങ്കിൽ അത് കൃത്യമായിട്ട് സമസ്തയിലെ നേതാക്കൾക്ക് കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഇതൊരു പുതിയ തുടക്കമായിരിക്കും. ഇടക്കാലത്ത് ഇതെല്ലാം തന്നെ നിർത്തി രണ്ട് വിഭാഗങ്ങളും പരസ്യ പ്രതികരണങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിയതായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ ആദിൽശ്ശേരിക്കെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ ഇനി വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഓക്കെ, താങ്ക് യു ഷഹദ് റഹ്മാൻ. ഇപ്പോൾ അജീഷ് ജയകുമാർ ഒരു വാർത്ത അറിയിക്കുന്നു. തിരുവനന്തപുരത്ത് കടലിൽ ചൂണ്ടയിടാൻ ഇറങ്ങിയ യുവാവിൻ്റെ കാൽ പാറക്കെട്ടിൽ കുടുങ്ങി അപകടമുണ്ടായി. ഇടവ, മാന്തറ, മലപ്പുറം പള്ളിക്ക് സമീപം ബീച്ചിൽ ചൂണ്ടയിടാൻ ഇറങ്ങിയ താഴെവിട്ടൂർ ലക്ഷ്മി നിവാസിൽ വിജിൽ അദ്ദേഹത്തിൻ്റെ കാലാണ് പാറക്കെട്ടിൽ ഉടക്കിയത്. വർക്കല ഫയർഫോഴ്സ് എത്തി ഇരുമ്പ് കമ്പി പാര ഉപയോഗിച്ച് പാറക്കല്ലുകൾ നീക്കി യുവാവിനെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്.
മെക്സവൻ കൂട്ടായ്മയ്ക്കെതിരായ നിലപാടിൽ മലക്കം മറിഞ്ഞ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ സംഘടനയിൽ നുഴഞ്ഞു കയറുന്നവർക്കെതിരെ ജാഗ്രത വേണമെന്നാണ് താൻ പറഞ്ഞതെന്ന വിശദീകരണം. P. മോഹനൻ്റെ മുൻ നിലപാടിനെ വിമർശിച്ച് INL-ഉം മുസ്ലിം ലീഗും രംഗത്തെത്തിയ കാര്യം ഓർമ്മിക്കുക. മെക്സവനെതിരെ നടത്തിയ പരാമർശം വിവാദമായതിന് പിന്നാലെയാണ് വിശദീകരണവുമായി CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ രംഗത്തെത്തിയത്. പൊതുവിടങ്ങളിൽ വർഗീയ ശക്തികൾ നുഴഞ്ഞുകയറുന്നുണ്ട്, ഇതിനെതിരെ ജാഗ്രത വേണമെന്നാണ് പറഞ്ഞതെന്ന് P. മോഹനൻ. മാക്സവൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ഒരു വ്യായാമ കൂട്ടായ്മയാണ്. അതിനെ എതിർക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. മെക്സവനെതിരായ വിമർശനങ്ങളെ തള്ളി INL-ഉം RJD-യും രംഗത്തെത്തി. CPIM ആരോപണം തെറ്റിദ്ധാരണ മൂലമെന്ന് INL സംസ്ഥാന അധ്യക്ഷൻ അഹമ്മദ് ദേവർകോവിൽ. ഫാസിസ്റ്റുകളുടെ ഇസ്ലാമോഫോബിക് ആരോപണങ്ങൾ മറ്റുള്ളവർ ഏറ്റെടുക്കുന്നത് സങ്കടകരമെന്ന് കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം. വിഷയം പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. BJP ഒരു ആരോപണം ഉന്നയിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ മെക്സവന് പിന്തുണ നൽകിയത് മിനിസ്റ്ററാണെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട വിഷയമല്ല. മെക്സവനെതിരായ വിമർശനങ്ങളിൽ രൂക്ഷ പ്രതികരണവുമായി EK സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗം രംഗത്തെത്തി. മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന കൂട്ടായ്മകളെ സംശയത്തോടെ നോക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. 24 കോഴിക്കോട്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ആക്സിഡന്റിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ എല്ലാം വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അതിലൂടെ ഞാൻ സശ്രദ്ധം കണ്ണോടിക്കുന്നുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ തയ്യാറാക്കാൻ ഇരിക്കുന്ന റിപ്പോർട്ടിനും അതുപോലെ നമ്മുടെ മന്ത്രിയുമായിട്ടൊക്കെ ആലോചിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളിലേക്കൊക്കെ തന്നെ സഹായകരമാകും നിങ്ങളുടെ കമൻറ്റുകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ തുടർന്നും അറിയിക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വൻ ചന്ദനവേട്ട. 130 കിലോ ചന്ദനം പിടികൂടി. മുച്ചുകുന്ന് സ്വദേശി വിനോദിൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് ചന്ദനം പിടികൂടിയത്. സംഭവത്തിൽ പോലീസ് ഇപ്പോൾ 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. അഭിജിത്ത്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് വീണ്ടും സ്വാഗതം. പറയൂ. SKN കോഴിക്കോട് ഇന്ന് 3 ഇടങ്ങളിലാണ് ചന്ദനവേട്ട നടന്നത്. അതിൽ ആദ്യത്തേത് കൊയിലാണ്ടി മുച്ചുകുന്നിലാണ്. മുച്ചുകുന്ന് സ്വദേശിയായ വിനോദന്റെ വീട്ടിൽ നിന്ന് 130 കിലോയോളം ചന്ദനമാണ് കോഴിക്കോട് വനം വിജിലൻസ് വിഭാഗം പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ വീട്ടിലേക്ക് വനം വിജിലൻസ് വിഭാഗം എത്തുന്നത്. അതും ഈ ചന്ദനത്തടികൾ ആവശ്യമുണ്ട് എന്ന വ്യാജേനയാണ് ഇവർ എത്തുന്നതും തുടർന്ന് ഈ റെയ്ഡ് നടത്തി ഇവരെ പിടികൂടുന്നതും. 4 പേരാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലുള്ളത്. ഒപ്പം തന്നെ ചന്ദനം ചെത്തിയൊരുക്കാൻ ഉപയോഗിച്ച വാക്കത്തി, ഇലക്ട്രോണിക് ത്രാസ്, മാരുതി കാർ, ഹോണ്ട ആക്റ്റീവ് സ്കൂട്ടർ എന്നിവയും ഇവരുടെ വീട്ടിൽ നിന്ന് വനം വകുപ്പിന് പിടികൂടാനായിട്ടുണ്ട്. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2 ഇടങ്ങളിൽ കൂടി റെയ്ഡ് നടന്നതും ഒപ്പം 105 കിലോയോളം ചന്ദനം വീണ്ടും പിടികൂടിയത്. കോട്ടൂർ എന്നിടത്ത് നിന്ന് 25 കിലോയും ചീറ്റോട് എന്ന സ്ഥലത്ത് നിന്ന് 80 കിലോയോളം ചന്ദനമാണ് പിടികൂടിയത്. ഏതായാലും സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയൊരു ചന്ദന വേട്ടയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മൊത്തം 250 കിലോയോളം ചന്ദനത്തടികളാണ് വനം വകുപ്പ് പിടികൂടിയിട്ടുള്ളത്. ദുരിത രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാർ പണം ആവശ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി സംസ്ഥാന സർക്കാർ. കേന്ദ്ര നടപടി ഹൈക്കോടതിയെ അറിയിക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ട ദുരന്തത്തിൽ സഹായം നൽകാതെ കേന്ദ്ര സർക്കാർ പകപോക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തിന് പണം നൽകാൻ കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജനും പറഞ്ഞു. കേന്ദ്രം അപഹസിക്കുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. കേന്ദ്രം പണം ആവശ്യപ്പെട്ട സംഭവം കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് സർക്കാർ നീക്കം. കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ സഹായം പോലും നൽകാതെ പണം ചോദിച്ചത് കോടതിയിൽ ചൂണ്ടിക്കാട്ടും. വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ വിവരം ഹൈക്കോടതിയെ ധരിപ്പിക്കാനാണ് തീരുമാനം. ഒപ്പം കേരളത്തിന്റെ ധനസ്ഥിതിയിൽ പണം നൽകാനാവില്ലെന്ന വിവരം കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കും. ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കേരളത്തോട് കേന്ദ്രം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം പോലും അർഹമായ സഹായം നിഷേധിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായ നിലപാടാണ് കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്നത്. കേന്ദ്ര നടപടി നീതീകരിക്കാനാകാത്തതെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. പ്രത്യേകിച്ച് ഇങ്ങനെ കേരളത്തിനോടൊരു നടത്തിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാട് കേന്ദ്രത്തെയും
കേരളത്തിലെ ഹൈക്കോടതിയെയും അറിയിക്കും. കേരളത്തിന് സഹായം ചെയ്യില്ലെന്ന് മാത്രമല്ല അപഹസിക്കുന്നതാണ് കേന്ദ്ര നിലപാടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് പുനരധിവാസ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നും ധനമന്ത്രി. വാസ്തവത്തിൽ കേരളത്തിന് സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ അപഹസിക്കുന്ന തരത്തിലേക്ക്, കളിയാക്കുന്ന തരത്തിലേക്ക് ഉള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് പറയേണ്ടി വരും. പുനരധിവാസത്തെ അത് ബാധിക്കില്ല എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടും ആത്മവിശ്വാസത്തോടും കൂടി പറയുകയാണ്. വിഷയത്തിൽ UDF-നെ വിമർശിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട പ്രശ്നമാണ്. മുസ്ലിം ലീഗിനും കോൺഗ്രസിനും എന്താണ് ഒന്നിച്ചു നിൽക്കാൻ തടസ്സമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിൽക്കേണ്ട പ്രശ്നമല്ലേ? BJP ഒന്നിച്ചു നിൽക്കാത്തതിന് അവർക്ക് പരിമിതി ഉണ്ടാവും. കാരണം അവരുടെ നേതൃത്വത്തിലുള്ളൊരു കേന്ദ്ര സർക്കാരാണ്. എന്നാൽ കോൺഗ്രസിന് എന്താ ഇതിൽ ഒന്നിച്ചിരിക്കുന്നതിൽ തടസ്സം? മുസ്ലിം ലീഗിന് എന്താ ഇതിൽ ഒന്നിച്ചിരിക്കുന്നതിൽ തടസ്സം? UDF-ന് എന്താ ഇതിൽ ഒന്നിച്ചിരിക്കുന്നതിൽ തടസ്സം? രക്ഷാദൌത്യത്തിന് പണം ആവശ്യപ്പെട്ട കേന്ദ്ര നടപടി രാഷ്ട്രീയ ചർച്ചയാക്കാനാണ് സർക്കാർ നീക്കം. 24 തൃശൂർ. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് ബാറിൽ മദ്യപ സംഘങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. തിരുവല്ലത്തെ ഡയമണ്ട് പാലസ് ബാറിലാണ് സംഘർഷമുണ്ടായത്. പിടിച്ചു മാറ്റാൻ ചെന്ന SI ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. TV ജയശങ്കർ ടെലിഫോണിൽ ചേരുന്നു. ജയശങ്കർ, ഈ മദ്യപ സംഘങ്ങൾ എവിടെയുള്ള ആൾക്കാരാണ്? സംഘർഷം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയോ? SKN ഈ സംഘങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള ആളുകളാണ്. ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ ബാറിൽ സംഘർഷം ഉണ്ടാകുന്നു. പിന്നാലെ ഈ ബാർ ജീവനക്കാരും മറ്റും അറിയിച്ചതനുസരിച്ച് തിരുവല്ലം പോലീസ് സ്ഥലത്തേക്ക് എത്തുന്നു. ഇവരെ പിടിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇവർ പോലീസിന് നേരെ ഈ കമ്പുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളും ബിയർ ബോട്ടിലും ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ SI ഉൾപ്പെടെ 3 പോലീസുകാർക്ക് പരിക്ക് പറ്റിയെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്ന വിവരം. ഒരു കോൺസ്റ്റബിളിനെ തലയ്ക്കുൾപ്പെടെ പരിക്കുണ്ട്. പോലീസുകാരുടെ പരിക്ക് ഗുരുതരമല്ല. പോലീസ് ഈ ക്രമസമാധാനം നിയന്ത്രിക്കുന്നതിനിടയിലാണ് ഈ സംഘം എന്തായാലും പോലീസിനെ അതിക്രമം നടത്തിയിരിക്കുന്നത്. ഇവരെ തിരുവല്ലം പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. എന്തായാലും ഈ സംഘം ബോധപൂർവം മദ്യലഹരിയിൽ പോലീസുകാർക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം നടത്തുകയായിരുന്നു. ഈ സംഭവത്തിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം 3 പോലീസുകാരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ്. SI ഉൾപ്പെടെ 3 പോലീസുകാർക്ക് നേരെയാണ് ഈ മദ്യപ സംഘം ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. ഓക്കെ, താങ്ക് യു AV ജയശങ്കർ. ഒരു സുഹൃത്ത് ആത്മയാൻ ഒരു വാർത്ത അറിയിക്കുന്നു. 24 തെറ്റായ വാർത്തയാണ് അറിയിക്കുന്നത്. കേന്ദ്രം പണം വാങ്ങുന്നതും വാങ്ങാത്തതുമായ സേവനങ്ങളുണ്ട്. അതിൽ ആംഡ് ഫോഴ്സിന് പണം കൊടുക്കണം. എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് ബാധകമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ കൃത്യമായി സാമ്പത്തിക സഹായമൊക്കെ ചെയ്തിട്ട് കേന്ദ്ര സർക്കാർ ചോദിച്ചിരുന്നെങ്കിൽ ഇതിന് കുറച്ചുകൂടി ഒരു അർത്ഥം കിട്ടിയേനെ. മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തിക സഹായം അനൗൺസ് ചെയ്യുന്നു. എന്നാൽ കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ അതിന് കുറേ കാരണങ്ങൾ പറഞ്ഞ് താമസിപ്പിക്കുന്നു. ഇതുവരെ കൊടുത്തിട്ടുമില്ല. അത് ആ സമയത്താണ് ഈ നമ്മുടെ രക്ഷാദൗത്യത്തിന് ഉള്ള അയച്ച ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ തന്നെ പൈസ ചോദിക്കുന്നത്. അതാണ് ഇപ്പോൾ പരാമർശ വിഷയമായിരിക്കുന്നതെന്ന് താങ്കൾ തിരിച്ചറിയുക. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇന്നത്തെ വാർത്താ പകലിൽ സംഭവിച്ച വാർത്തകളിലേക്ക് നമുക്കറിയുന്ന പോലെ വാർത്താ ചാനലുകൾ കാണാൻ കഴിയാതെ പോയ ആളുകൾക്ക് ഇത് ഈ സെഗ്മെൻറ്റ് ഉപകാരപ്പെടും. വാർത്താ പകൽ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നാളെയില്ല. ലോക്സഭയുടെ പുതുക്കിയ പട്ടികയിലും ബിൽ ഇടം പിടിച്ചില്ല. തീരുമാനം പ്രതിപക്ഷ പ്രതിഷേധം കനത്തതിനാലെന്ന് സൂചന. ബിൽ നടപ്പു സമ്മേളനത്തിൽ കൊണ്ടുവരാൻ സമവായ നീക്കവുമായി കേന്ദ്രം. യാക്കോബായ വിഭാഗത്തിന് സെമിത്തേരികൾ തുറന്നു നൽകണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെതിരെ ഓർത്തഡോക്സ് സഭ. യാക്കോബായ വൈദികർ ശുശ്രൂഷ നടത്തിയാൽ തർക്കത്തിന് കാരണമാകുമെന്ന് സഭാധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. KPCC-യിൽ നേതൃമാറ്റമെന്ന വാർത്ത തള്ളി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നിലവിലെ നേതൃത്വം തുടരും. സംഘടനാ വിഷയങ്ങളിൽ പരസ്യ പ്രതികരണത്തിന് വിലക്ക്. മുതിർന്ന നേതാക്കൾക്കും ബാധകമെന്നും KC വേണുഗോപാൽ. PV അൻവറുമായി ചർച്ച നടത്തിയെന്ന വാർത്ത കെട്ടിച്ചമച്ചതെന്നും AICC ജനറൽ സെക്രട്ടറി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആം ആദ്മി പാർട്ടിയുടെ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിലും മുഖ്യമന്ത്രി അതിഷി കൽക്കാജിയിലും ജനവിധി തേടും. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് മന്ത്രിസഭ വികസിപ്പിച്ചു. BJP-യിൽ നിന്ന് 19ഉം ശിവസേനയിൽ നിന്ന് 11 പേരും NCP-യിൽ നിന്ന് 9 പേരും മന്ത്രിമാർ. അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ വിവാദ പരാമർശത്തിൽ ഇടപെട്ട് സുപ്രീം കോടതി കൊളീജിയം. മറ്റന്നാൾ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. ഹിന്ദുക്കളുടെ താൽപര്യത്തിനനുസരിച്ച് ഇന്ത്യ പ്രവർത്തിക്കണമെന്ന വിവാദ പ്രസംഗം നടത്തിയത്
അലഹബാദ് ഹൈക്കോടതി ഹാളിൽ. സത്യം പറയുന്ന ജഡ്ജിമാരെ ദ്രോഹിക്കുന്നുവെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രതിഷേധം പുതിയ രൂപത്തിലേക്ക്. പഞ്ചാബിനു പുറത്ത് നാളെ ട്രാക്ടർ മാർച്ച്. ബുധനാഴ്ച ട്രെയിനുകൾ തടയാനും ആഹ്വാനം. അതിർത്തിയിൽ കനത്ത സുരക്ഷ. തൃശൂരിൽ തുണിക്കടയിൽ വൻ തീപിടുത്തം. തീപിടിച്ചത് ശക്തൻ സ്റ്റാൻഡിന് സമീപമുള്ള സൂര്യ സിൽക്സിൽ. അപകടം AC-യുടെ നിർമ്മാണം നടക്കുന്ന 3ാം നിലയിൽ. തിരുവനന്തപുരം വെള്ളറടയിൽ നോക്കുകൂലി ആവശ്യപ്പെട്ട് സ്ഥാപന ഉടമയെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. 6 ചുമട്ടുതൊഴിലാളികൾക്കെതിരെ കേസ്. നടപടി 24 വാർത്തയ്ക്ക് പിന്നാലെ. ഇനി ശബരിമലയിലേക്ക് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വലിയ വർധനവുണ്ടായി. തിരക്കിനിടയിലും തീർത്ഥാടകർക്ക് സുഖദർശനം സാധ്യമാകുന്നു. ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരുടെ വരവ് 2 ദിവസമായി പക്ഷേ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് താനും. തീർത്ഥാടന കാലം 29 ദിവസം പിന്നിടുമ്പോൾ 22 കോടി രൂപയിലധികമാണ് വരുമാന വർധനവ്. 163 കോടിയിലധികം രൂപ ഇതുവരെ നേടി. അരവണ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതും ഗുണമായി. 17 കോടി രൂപയാണ് അരവണ വിൽപ്പനയിൽ മാത്രം വർദ്ധിച്ചത്. തീർത്ഥാടകരുടെ എണ്ണത്തിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച 4.5 ലക്ഷത്തിന്റെ വർധനവ്. ആകെ വന്നിട്ടുള്ള വരുമാനം 163 കോടി 89,20,204 എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അധികമായി 22 കോടി 76,22,481 കോടി രൂപയുടെ അധിക വരുമാനമാണ്. കാണിക്ക 43 കോടി രൂപയിൽ നിന്ന് 52 കോടി രൂപയായി. തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വലിയ വർധനവുണ്ടെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പോലീസും സർക്കാർ വകുപ്പുകളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിലയിരുത്തി. ഞായറാഴ്ച ദിവസമായി ഇന്ന് ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് നന്നേ കുറവാണ്. ഒരു നിമിഷം പോലും വരിയിൽ നിൽക്കാതെ അയ്യനെ കണ്ട തൊഴുതു മടങ്ങാം. സന്നിധാനത്ത് നിന്ന് അനൂപിനൊപ്പം അശ്വിൻ പാലാഴി, 24. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് ചേകാടിയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. പാലക്കാട് സ്വദേശി സതീഷിനെയാണ് കാട്ടാന കുത്തി വീഴ്ത്തിയത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം സതീഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പുൽപ്പള്ളി ചേകാടിയിൽ ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു സംഭവം. പാലക്കാട് സ്വദേശി സതീഷിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. 4 പേരടങ്ങുന്ന സംഘം റോഡിലൂടെ നടന്നു പോകുകയായിരുന്നു. ഇതിനിടയിലാണ് കാട്ടാനയുടെ മുന്നിൽ പെടുന്നത്. 3 പേർ ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും കാലിൽ കമ്പിയിട്ടിരുന്നതിനാൽ സതീഷ് ആനയുടെ മുന്നിൽ പെടുകയുമായിരുന്നു. പാഞ്ഞെത്തിയ കാട്ടാന സതീഷിനെ കുത്തി വീഴ്ത്തി. ഇവൻ ഫ്രണ്ടിലാണ് ഈ സാധനം മുന്നേ നിൽക്കുന്നത് നമ്മൾ കണ്ടു. നേരത്തെ ആരോ പറഞ്ഞു നിൽക്കും അന്ന് പറയുന്നു കുത്തിയിട്ട് മറിഞ്ഞു പോകുന്നു. അവിടെ റേഞ്ച് കിട്ടിയല്ല, അപ്പം വിളിക്കാനൊന്നും പറ്റില്ല. ഇത് പോയി. അതും കഴിഞ്ഞിട്ട് ഈ സാധനം പോവുകയും ചെയ്തു. സംസാരിക്കുന്നുണ്ട്, വരുമ്പോൾ സംസാരിക്കുന്നുണ്ട്. കാട്ടാന പോയ ശേഷം കൂടെയുള്ളവർ തന്നെയാണ് സതീഷിനെ ആശുപത്രിയിൽ എത്തിച്ചത്. മൊബൈലിന് റേഞ്ച് ഇല്ലാത്തതിനാൽ 1.5 മണിക്കൂറോളം ചികിത്സ വൈകി. ആദ്യം മാനന്തവാടി ആശുപത്രിയിൽ എത്തിച്ച സതീഷിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വാരിയലിന് പൊട്ടലുള്ളതിനാൽ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കർഷക സംഘം പഴൂർ തോട്ടംമൂല ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. 24 വയനാട്. എന്താ ചെയ്യുക? നമ്മുടെ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണോ? കോതമംഗലം നീണ്ടപാറയിൽ കാട്ടാന തള്ളിയിട്ട പന വീണ് മരിച്ച എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി ആൻമേരിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു. തൃശ്ശൂർ പാഴായി സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിലായിരുന്നു സംസ്കാരം. കാട്ടാന ശല്യം തടയാൻ ഫെൻസിംഗ് സംവിധാനം അടിയന്തരമായി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഇന്ന് പ്രതിഷേധിച്ചു. ആൻമേരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരും ബന്ധുക്കളും. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തുടർന്ന് തൃശൂരിലെ വീട്ടിൽ പൊതുദർശനത്തിനു ശേഷം പാഴായി സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ സംസ്കരിച്ചു.
പോലീസുകാർ പറയുന്നത് അവിടെ അങ്ങനെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമല്ല. പക്ഷേ ഒരാഴ്ച മുമ്പ് എന്തോ മോളിൽ നിന്ന് ആനേനെ അവർ ആട്ടി വായിച്ച് അതിൻ്റെ ഒരു പ്രത്യാഘാതമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ എന്തായാലും നമുക്കല്ലേ നഷ്ടപ്പെട്ടത്. നീണ്ടപാറ മേഖലയിലെ കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നത് വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഫെൻസിങ് റെഡി ആയിട്ട് കിടക്കുന്നതാണ്. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു പോയതല്ലാതെ ഫെൻസിങ്ങിന് യാതൊരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള കരാർ നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും ആന്റണി ജോൺ MLA പറഞ്ഞു. 5 കിലോമീറ്റർ ദൂരത്തിൽ ഹാങ്ങിങ് ഫെൻസിംഗ്, അതായത് ഏറ്റവും ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഡബിൾ ലൈൻ ഫെൻസിംഗ് ആണ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഈ ആഴ്ച ആരംഭിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഇനിയൊരു ജീവൻ അപകടത്തിലാവുന്നതിന് മുന്നേ തന്നെ നീണ്ടപാറ മേഖലയിലെ കാട്ടാനശല്യം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ ആളുകളുടെ ആവശ്യം. അതല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ക്യാമറമാൻ ഹരീഷിനൊപ്പം നീണ്ടപാറയിൽ നിന്ന് എബിൻ ജോസ്, 24. കണ്ണന്തറ പറയുന്നു, സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ വന്ന് കമൻ്റ് ഇടുന്ന നമ്മുടെ കമൻറ്റ് ബോക്സിൽ വൃത്തികെട്ട പേരുകളും വർഗീയതയും അസഭ്യവും ഒക്കെ നിറയുന്നു എന്ന് പറയുന്നു. വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. ഒരുപാട് ഒരു കുടുംബ സാഹചര്യം നിലനിൽക്കുന്ന കമൻറ്റ് ബോക്സ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞ കമൻറ്റ് ബോക്സിലാണ് ചില ആളുകൾ നുഴഞ്ഞു കയറി വൃത്തികെട്ട കമൻറ്റുകളും വർഗീയതയും ഒക്കെ പറയുന്ന പോസ്റ്റുകളും ഒക്കെ ഇടുന്നത്. നമ്മുടെ ഡിജിറ്റൽ വിഭാഗം കൂടുതൽ ശ്രദ്ധയൂന്നും അങ്ങനെയുള്ള ആളുകളുടെ ഐഡിയിൽ നിന്നുള്ള സന്ദേശങ്ങൾ നമ്മൾ ബ്ലോക്ക് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. രക്ഷാകരം തേടി മലയാളികൾ. റഷ്യൻ സേനയുടെ സമ്മർദ്ദത്തിൽ യുദ്ധമുഖത്തേക്ക് പോകുന്ന മലയാളികളുടെ നിസ്സഹായ അവസ്ഥ വിവരിക്കുന്ന ഒരു ശബ്ദരേഖ 24 കിട്ടി. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന ആശങ്കയിലാണ് തൃശ്ശൂരിലെ ബിനിലും ജെയിനും പങ്കുവയ്ക്കുന്നത്. കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഊർജിത ശ്രമങ്ങൾ നടത്തുന്നിടെയാണ് ഈ ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 24 എക്സ്ക്ലൂസീവ്. ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തും പോകാൻ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ തന്നു. മറ്റേ ബുള്ളറ്റും ഗ്രനേഡും ഒക്കെ കൂടി ഞങ്ങൾക്ക് തന്നു. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നു. പക്ഷെ ഇപ്പൊ പോണത് മറ്റേ ഗൺഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്കാണ് പോണത്. അവിടേക്ക് കയറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് നിൽക്കണം. അമ്മാതിരി പൊട്ടല് പൊട്ടിയിട്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് മൊത്തം ഒരുവിധം കഴിഞ്ഞു. അവിടെ ആൾക്കാരില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് പോണത്. ജെയിനിന്റെയും ബിനിന്റെയും മോചനത്തിന്റെ അനിവാര്യത വെളിവാക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. 4 പേര് പോയി. ഇനി അടുത്ത 4 പേര് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ആരും പോകാനായിട്ടില്ല അവിടെ. അപ്പൊ ഞങ്ങളും കയറി പോവാണ്. ഞങ്ങളുടെ കാര്യങ്ങളായിട്ടിരിക്കുന്നത്. പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന കാര്യം ഉറപ്പൊന്നുമില്ലാന്ന്. കാരണം അവിടെ ഉണ്ടാവുന്നവര് മൊത്തം തീർന്നു. എന്നിട്ടാണ് നമ്മൾ തന്നെ വിളിച്ചിട്ട് പോണത്. വിളിക്കേണ്ടവരെന്നൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ടാണ് അവരന്ന് നമ്പർ നെറ്റ് തന്നത്. കൂടുതൽ സൈനിക വിന്യാസത്തോടെ യുദ്ധം ശക്തമാക്കുകയാണ് റഷ്യ. ഇതിന്റെ ഭാഗമായാണ് ഇരുവരെയും ഫ്രണ്ട് ലൈൻ ഫൈറ്റേഴ്സ് ആക്കാൻ നീക്കം തുടങ്ങിയത്. യുദ്ധത്തിന് പോകാൻ സജ്ജരായിരിക്കാൻ റഷ്യൻ സൈന്യം നിർദ്ദേശം നൽകി. യുദ്ധത്തിൽ കടന്നാക്രമിക്കാൻ തീരുമാനിച്ചതിനാൽ ബങ്കറുകളിൽ നിന്നും മാറി യുദ്ധഭൂമിയിൽ മുന്നേറാനാണ് റഷ്യൻ പട്ടാളം നൽകിയിരിക്കുന്ന നിർദ്ദേശം. എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാവുന്ന സാഹചര്യമെന്നാണ് ജെയിനും ബിനിലും വിശദീകരിക്കുന്നത്. ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ ശ്രമം തുടരുന്നതിനിടെയുണ്ടായ യുദ്ധമേഖലയിലെ വിന്യാസം കുടുംബത്തെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. 24 തൃശൂർ. പണി പാതിയിൽ നിന്നതും പണി പൂർത്തിയായിട്ടും ഒരു ഗുണവുമില്ലാത്തതുമായ ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട് നമുക്ക് ചുറ്റും. ആസൂത്രണ പിഴവിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും സ്തംഭങ്ങളാണിവ. പൊതുപണം പാഴായ അത്തരം പദ്ധതികളിലേക്ക് 24 എന്ന ക്യാമറ തിരിച്ചു. അധികാരികൾ കണ്ടില്ലെന്നടിക്കുന്ന നഷ്ടക്കണക്കിൻ്റെയും പാഴ്വേലയുടെയും വിവരങ്ങളാണ് വെള്ളാനകളുടെ നാട് എന്ന ലൈവ് തോണിൽ 24 പുറത്തുവിട്ടത്. നികുതിപ്പണം പാഴാക്കിയ കെടുകാര്യസ്ഥതയ്ക്ക് ആരാണ് മറുപടി പറയുക? ഭൂമിക്ക് ഭാരമായ ഈ കെട്ടിടങ്ങൾ ഇനി എന്തു ചെയ്യും? പൊതുജനത്തിന്റെ ഈ ചോദ്യങ്ങളാണ് 24 ലൈവത്തോൺ ഇന്ന് അധികാരികൾക്ക് മുന്നിൽ വെച്ചത്. വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ബിൽഡേഴ്സിനെ ഫേവർ ചെയ്യുന്ന ഒരു നടപടിയാണ് ഗവൺമെന്റ് എടുത്തത്. 18 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ ഈ കെട്ടിടം പണിത്. ഇതിന്റെ അവസ്ഥ എന്ന് വളരെ ദയനീയമാണ്. ഇതിനൊരു മാറ്റം വേണം. ഒന്നെങ്കിൽ ഇത് ഉപയോഗപ്രദമായ രീതിയിൽ പണിത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് പൊളിച്ചു മാറ്റിയിട്ട് പകരം ഒരു സംവിധാനം കൊണ്ടുവരണം. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് കരുതിയ കോട്ടയത്തെ ആകാശപാത ഇന്ന് നാടിന് നാണക്കേടാണ്.
തിരുവനന്തപുരം SAT ആശുപത്രിയിൽ അനാഥമായി കിടക്കുന്ന ബഹുനില കെട്ടിടത്തിന് പിന്നിലുണ്ട് പാഴായിപ്പോയ 50 കോടിയിലധികം രൂപയുടെ കണക്ക്. 17 കോടി 39 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച് 3 വർഷം പിന്നിട്ടെങ്കിലും കണ്ണൂർ ആറളം ഫാമിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഇന്നും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. മലപ്പുറം തിരൂരിൽ റെയിൽവേ മേൽപ്പാലം 2 അറ്റവും കൂട്ടിമുട്ടാതെ 4 തൂണിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം 8 കഴിഞ്ഞു. കൊല്ലം അമ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം പെരുവഴിയിലായിട്ട് 3 വർഷമായി. തൃക്കാക്കര നഗരസഭയിൽ കോടികൾ മുടക്കി പണിത ഷോപ്പിംഗ് കോംപ്ലക്സ്. തൊഴിൽ വകുപ്പ് സബ്സിഡിയിൽ 6 കോടി രൂപ ചെലവിട്ട് പെരുമ്പാവൂരിൽ നിർമ്മിച്ച ജനനി ഫ്ളാറ്റ്. പാഴായി കിടക്കുന്ന കളമശ്ശേരിയിലെ ഇൻഡോർ സ്റ്റേഡിയം. അശാസ്ത്രീയ നിർമ്മാണം കാരണം വെറുതെയായിപ്പോയ കോഴിക്കോട്ടെ KSRTC ബസ് ടെർമിനൽ. 30 വർഷമായി അവഗണന നേരിടുന്ന പത്തനംതിട്ടയിലെ സുബല പാർക്ക്. കോർപ്പറേഷന്റെ അനുമതി ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീട് കണ്ടെത്തലായി വന്നതാണ്. 3 വർഷം മുൻപ് പണി കഴിഞ്ഞ് അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞിട്ടും ഈ കെട്ടിടം ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ ഇങ്ങനെ നിന്നു പോകുന്നു എന്നുള്ളതാണ്. കോടികൾ മുടക്കി ഇത്തരത്തിലൊരു കെട്ടിടം തുടങ്ങിയത്, പക്ഷേ 10 വർഷം പിന്നിടുമ്പോഴും അത് രോഗികൾക്ക് പ്രയോജനപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പല പദ്ധതികളും സാങ്കേതിക പ്രശ്നങ്ങളിലും വകുപ്പുതല തർക്കങ്ങളിലും കുരുങ്ങിക്കിടക്കുകയാണ്. ദീർഘവീക്ഷണമില്ലായ്മയും തിരിച്ചടിയായിട്ടുണ്ട്. പ്രഖ്യാപിത ലക്ഷ്യം നിറവേറിയില്ലെങ്കിലും കെട്ടിടങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനുള്ള ക്രിയാത്മക ഇടപെടൽ ഇനിയെങ്കിലും ആവശ്യമാണ്. അനാസ്ഥയുടെ സ്മാരകങ്ങൾ കെട്ടിപ്പൊക്കിയവർക്കെതിരെ കർശന നടപടി വേണമെന്നും പൊതുജനം ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് 24. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് നൽകുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൽ ഇളവ് വേണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രം. തൂത്തുക്കുടി മാതൃക വിഴിഞ്ഞത്ത് നടപ്പാക്കാൻ കഴിയുന്നില്ല. ലാഭവിഹിതം പങ്കുവയ്ക്കണമെന്ന വ്യവസ്ഥയിൽ മാറ്റമില്ലെന്നും കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തുള്ള കേന്ദ്ര സർക്കാർ അവഗണന തുടരുകയാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്രം നൽകുന്ന 817.8 കോടിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ലാഭവിഹിതമായി തിരികെ നൽകണമെന്ന വ്യവസ്ഥയിൽ ഇളവ് വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഫണ്ട് ഗ്രാന്റായി അനുവദിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രം പാർലമെന്റിൽ വ്യക്തമാക്കി. ലാഭവിഹിതത്തിന്റെ 80% സംസ്ഥാനത്തിനും 20% കേന്ദ്രത്തിനും നൽകണമെന്നാണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ പറഞ്ഞു. രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ MP ഉന്നയിച്ച ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വിഴിഞ്ഞം പദ്ധതി സ്വകാര്യ സംരംഭമല്ലെന്നും വിഴിഞ്ഞത്ത് നിന്നുള്ള കസ്റ്റംസ് ഡ്യൂട്ടി അടക്കം കേന്ദ്ര സർക്കാരിനാണ് ലഭിക്കുന്നതെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇതിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി മുഴുവൻ ചെല്ലുന്നത് കേന്ദ്രത്തിലാണ്. കസ്റ്റംസ് ഡ്യൂട്ടിയിൽ 60 പൈസ കേന്ദ്രത്തിന് കിട്ടുമ്പോൾ 3 പൈസയെ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ GSTയുടെ വിഹിതം കേന്ദ്രത്തിലേക്ക് ചെല്ലുന്നു. ഒരു വർഷം എത്ര കോടി രൂപയാണ് കേന്ദ്രത്തിന് കിട്ടുക? തൂത്തുക്കുടി മാതൃക വിഴിഞ്ഞത്ത് നടപ്പാക്കാനാകില്ലെന്നും തൂത്തുക്കുടി സർക്കാരിന് കീഴിലെ തുറമുഖമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്രം നൽകുന്ന പണം വായ്പയായി കണക്കാക്കിയാൽ പലിശയടക്കം തിരികെ നൽകേണ്ടി വരുമെന്നും ഇത് സംസ്ഥാനത്തിന് ബാധ്യതയാകുമെന്നും കാണിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. 24 ഡൽഹി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കൊച്ചി വാഴക്കാല സ്വദേശി AM സലാമിൻ്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. ഇക്കഴിഞ്ഞ നവംബർ 29-ാം തീയതി വീട്ടിലെ ഹാളിൽ മരിച്ച നിലയിലായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയത്. വീട്ടുജോലിക്കാരായ ദമ്പതികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായി. വാടക വീട്ടിൽ സലാമിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നവംബർ 29-ന് രാത്രി. തുടക്കത്തിൽ സ്വാഭാവിക മരണമെന്ന് കരുതിയിടത്തു നിന്നും കൊലപാതകമെന്ന സംശയം ഉയർന്നു വന്നത് സ്വർണവും പണവും നഷ്ടമായെന്ന് അറിഞ്ഞതോടെ. സലാമിന്റെ മരണശേഷം വീട്ടിൽ നിന്ന് സ്വർണവും പണവും കാണാതായത് സംബന്ധിച്ച് വീട്ടുകാർ പോലീസിൽ നൽകിയ വിവരമാണ് കേസന്വേഷണത്തിൽ നിർണായകമായത്. അന്വേഷണത്തിനിടെ വീട്ടിലെ ജോലിക്കാരായിരുന്ന ബീഹാർ സ്വദേശികളായ അസ്മിത കുമാരി, ഭർത്താവ് കൗശൽ കുമാർ എന്നിവർ സ്ഥലം വിട്ടതായി കണ്ടെത്തി. അന്വേഷണത്തിനൊടുവിൽ പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൊലപാതകം തെളിയിക്കാനായത്. സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും പണവും ഉൾപ്പെടെ 8 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് നഷ്ടമായത്. CCTV ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും നിരത്തിയുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യൽ. തടി തപ്പാനാവാത്ത വിധം പ്രതികൾ കുടുങ്ങി. വീട്ടുജോലിക്കെത്തിയവർ ശമ്പളം നൽകിയ സലാമിനെ കൊലപ്പെടുത്തിയെന്ന് തെളിഞ്ഞു.
താമസിച്ചിരുന്ന ഇന്ദിരാനഗറിലെ വീട്ടിലടക്കം പരിശോധന നടത്തി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അറസ്റ്റിലായ പ്രതികൾ കൊലപാതകത്തിനായി വരുന്നതും പോകുന്നതും അടക്കമുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തി. ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ കുറ്റസമ്മതം നടത്തിയത്. 24 കൊച്ചി. വിവാദ പരാമർശം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സുപ്രീം കോടതി കൊളീജിയം ഉത്തരവിട്ടു. മറ്റന്നാൾ നേരിട്ട് വരാനാണ് നിർദ്ദേശം. അതേസമയം ശേഖർ കുമാർ യാദവിനെ പിന്തുണച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ സുപ്രീം കോടതി കൊളീജിയത്തിന് മുൻപാകെ ഈ മാസം 17-ന് ഹാജരാകാനാണ് നിർദ്ദേശം. അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ വിവാദ പരാമർശത്തിൽ സുപ്രീം കോടതി നേരത്തെ അലഹബാദ് ഹൈക്കോടതിയോട് വിശദീകരണം തേടിയിരുന്നു. പിന്നാലെയാണ് കൊളീജിയത്തിന് മുൻപിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കവേ ഭൂരിപക്ഷമനുസരിച്ച് രാജ്യം ഭരിക്കപ്പെടുമെന്നും ഏക സിവിൽ കോഡ് നടപ്പാകുമെന്നും നടത്തിയ പരാമർശമാണ് വിവാദമായത്. വിമർശനങ്ങൾക്കിടെ ശേഖർ കുമാർ യാദവിന് പിന്തുണയുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തി. സത്യം പറയുന്ന ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയത്തിന് അനുമതി തേടി പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കത്ത് നൽകിയിരുന്നു. പരാമർശത്തിൽ ഇന്ത്യൻ ലോയേഴ്സ് യൂണിയനും പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. 24 ഡൽഹി. പ്രൈം ടൈമിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇനി നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില അറിയിപ്പുകളും വാർത്തകളും. കേരളം നാളെ. കൊടകര കുഴൽപ്പണക്കേസിൽ തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. നാളെ വൈകുന്നേരം 4 മണിക്ക് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുക. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ വൈകുന്നേരം. തുടർ നടപടികളിൽ നിർണായക തീരുമാനമുണ്ടാകും നാളെ. സംസ്ഥാനത്തെ വാഹനാപകട പരമ്പരയുടെ പശ്ചാത്തലത്തിൽ ADGP വിളിച്ച ജില്ലാ പോലീസ് മേധാവിമാരുടെ യോഗം നാളെയാണ്. മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി പരിശോധന നടത്താൻ ആലോചന. ഇനി വാൽകൃഷ്ണം. കോൺഗ്രസ് പുനഃസംഘടനയിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നാണ് നേതാക്കളൊക്കെ പറയുന്നത്. എന്നാൽ ഇത് നടത്തണമെന്ന ആഗ്രഹമുള്ളതുപോലെ ചിലർ പ്രതികരിക്കുന്നു. ഇക്കാര്യങ്ങളൊന്നും നേതൃത്വം ആലോചിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും പല കോണുകളിൽ നിന്നും ചർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ആരൊക്കെയാണ് അവർ? M. അഫ്സലിൻ്റെ വാൽകൃഷ്ണം. എന്നാ വേണോ? വേണം. എന്നാ വേണ്ടേ? വേണ്ട. ആരെങ്കിലും നേരിട്ട് ചോദിച്ചാലോ? വേണ്ടണം. ഇതെന്താ സംഭവം എന്നല്ലേ? പുനഃസംഘടന. കേരളത്തിലെ ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള പുനഃസംഘടന ചർച്ചയും ആരംഭിച്ചിട്ടില്ല. ആരംഭിക്ക ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടില്ല എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. അപ്പൊ അനൗദ്യോഗികമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് അനുവദിക്കാനും പ്രയാസമുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടോ? അത് ആവശ്യമുള്ളപ്പോൾ അവർ പ്രധാനപ്പെട്ട നേതാക്കളെയും ബന്ധപ്പെട്ടവരെയും വിളിച്ച് ചർച്ച ചെയ്യും. അതായത് ചർച്ച ചെയ്യാനുള്ള ചേരുവകളൊക്കെ ഓരോരുത്തരിങ്ങനെ കയ്യിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്നും ഇങ്ങോട്ട് തുടങ്ങി കിട്ടിയാൽ മതി. ഇത് പുനഃസംഘടനാ കാര്യങ്ങൾ തീരുമാനിക്കാൻ കോൺഗ്രസിന് ഒരു സംവിധാനമുണ്ട്. അത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിനെ ഇങ്ങനെ തോണ്ടി തോണ്ടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ആരൊക്കെയോ എവിടേക്കോ നിന്നിട്ട്. പക്ഷേ ചർച്ച അങ്ങോട്ട് മുറുകണില്ല. അതൊക്കെ സ്ഥിരം പാർട്ടിക്ക് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ട് കാലത്തെ ഉണ്ട്, നാളെ ഉണ്ടാവും. അതൊന്നും ഏൽക്കില്ല എന്ന് മാത്രം. അങ്ങനെ ഏൽക്കേണ്ട ചർച്ചയൊക്കെ നടത്താൻ സമയമായോ? ഇപ്പൊ ആക്സിലേറ്റർ പിടിക്കണവര് നന്നായിട്ട് ഓടിക്കണില്ലേ? അത് നേതൃത്വമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല പുള്ളിങ്ങുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഏത് എഞ്ചിൻ വേണേലും എടുത്ത് നോക്കിയോ, ഇത്രയും കണ്ടീഷനായിട്ട് കിട്ടൂല. പാർട്ടിക്ക് ഇപ്പോൾ ഒരു നേതൃത്വം ഉണ്ട്. അത് നേതൃത്വമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. KC സാറേ, നിങ്ങൾ പറഞ്ഞത് പലരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും ഇക്കാര്യത്തിലുള്ള വിശ്വാസത്തിന് വലിയ കട്ടി പോരാന്ന് പറയുന്നുണ്ട്. ആരാന്നൊക്കെ ഇതൊന്ന് കേട്ടു നോക്കി, എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും. അല്ല, കോർഡിനേഷൻ കുറവാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവർ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്, ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കേട്ടില്ലേ? ഒരു അങ്ങനെയാണ്, ഒരു ഉറപ്പില്ലാത്ത പോലെ. അത് മറ്റൊരു പ്രശ്നം. അതൊരു ആ കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്തായാലും തൊള്ള തുറന്ന് ആരും പറയണില്ല, അതൊരു സത്യമാണ്. സംഘടനാപരമായ ഒരു കാര്യങ്ങളും എൻ്റെ നാവിൽ നിന്ന് വരില്ല. പിന്നെ ആരാണിത് ഇങ്ങനെ ഒരു ചർച്ചയാക്കണത്? അത് ചിലരൊക്കെ അതിന്റെ പിന്നിലുണ്ടാകുന്ന പാർട്ടിക്കാരല്ല. അതായിക്കോട്ടെ. അല്ല, നിങ്ങളെ അഭിപ്രായം എന്താണ്? പുനഃസംഘടന നടത്തണോ? പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റ് ഒന്നിച്ചാണ് നീങ്ങുന്നത്.
രണ്ടുപേരെയും മാറ്റേണ്ട ആവശ്യമില്ല. ഞാൻ ഈ കഥ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമാണ്. താനാണ് ഇതിന്റെയൊക്കെ പിന്നിലല്ലേ? പക്ഷേ ക്ലൈമാക്സിന് ഭയങ്കര അഭിപ്രായ വ്യത്യാസം. പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റ് ഒന്നിച്ചാണ് നീങ്ങുന്നത്. രണ്ടുപേരെയും മാറ്റേണ്ട ആവശ്യമില്ല. ഉറപ്പാണല്ലോ അല്ലേ? വേറെ ആരെങ്കിലും വന്നാല് തരക്കേടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യുവാക്കൾ നേതൃനിരയ്ക്ക് വരണം. KC സാറേ, യുവാക്കൾ വന്നാല് തരക്കേടില്ലാന്ന്. അത് വരട്ടെ, അത്തരം കാര്യങ്ങൾ വരട്ടെ, അപ്പോൾ പാർട്ടി ആലോചിച്ച് തീരുമാനം എടുക്കും. പിന്നെ മുരളിയേട്ടൻ ബാക്കി പറയും. യുവാക്കൾ നേതൃനിരയ്ക്ക് വരണം. അതോടൊപ്പം തന്നെ പഴയ ആളുകളുടെ നേതൃത്വം ഉണ്ടാവണം. അപ്പൊ രണ്ടും വേണോ? രണ്ടും വേണം. അല്ല, ഇത് രണ്ടും കൂടെ ഇപ്പൊ എങ്ങനെ ഒറ്റ വഴിക്ക് പോണേ? യുവാക്കളും വരണം, ആരുടെയും വഴി കൊട്ടി അടക്കരുത്. പിന്നെ യുവാക്കളെ കൊടുത്തിട്ട് നിങ്ങള് റെസ്പെക്ട് കിട്ടിയില്ല എന്നൊന്നും പറയരുത്. സീനിയേഴ്സിന് അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റും കൊടുക്കണം. KC സാറ് കേട്ടില്ലേ? ഇങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ പലർക്കും ഉണ്ട്. അല്ല, അതിപ്പോ കേരളത്തിലെ നേതാക്കന്മാരുടെ മനസ്സിലെന്താ ഇരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ നേരിട്ട് ചർച്ച നടത്തേണ്ട കാര്യമല്ലല്ലോ അതൊന്നും. അപ്പൊ നേരിട്ട് ചർച്ച നടത്തേണ്ടവര് പലരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ കാണണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതോടെ പ്രൈം ടൈമിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ.